എല്ലാവർക്കും ജുബി സ്ഫ്യൂഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിക്കൻ ദം ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനാദ്യം 3 ഗ്ലാസ് അരി കഴുകിയെടുത്ത് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കാം. അരമണിക്കൂറെങ്കിലും കുതിർക്കണേ. ഒരു 6-7 പേർക്ക് കഴിക്കാൻ പറ്റുന്ന അളവാണ്. ഇനി ഇവിടെ 2 വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് വറുക്കാൻ എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ സവാള വറുത്ത് കോരിയെടുക്കാം. ഇത് 4 സവാള, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, 5-6 പച്ചമുളക് മിക്സിയിലൊന്ന് ചതച്ചെടുത്തത്. ഇങ്ങനെ ചെയ്താൽ ഇതിൻ്റെ ഫ്ലേവർ ചോറിലേക്ക് പിടിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ ചതച്ചെടുത്തത്. സവാള വറുക്കുന്ന സമയം വേറെ അടുപ്പിൽ അരി വേവിക്കാനുള്ള വെള്ളം വയ്ക്കാം. ഇതിലേക്ക് ഗ്രാമ്പൂ, പട്ട, കുരുമുളക്, സ്റ്റാർ അനീസ്, വൈനയില, ഏലയ്ക്ക ഇവയൊക്കെ ഇട്ട് കൊടുത്ത് വെള്ളം തിളയ്ക്കാൻ വയ്ക്കാം. ഇവിടെ സവാള ആയിട്ടുണ്ട്, കോരി മാറ്റി വയ്ക്കാം. ഇനി അതേ എണ്ണയിലേക്ക് കശുവണ്ടി മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് കിസ്മിസ് ഇട്ട് വറുത്ത് കോരാം. അപ്പം നമ്മുടെ ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളം തിളയ്ക്കുമ്പോൾ അരമണിക്കൂർ കുതിർത്ത് വെച്ച അരി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കുരുമുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും ചേർത്ത് പുരട്ടി മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ് ഇത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന സവാളയിൽ കുറച്ച് ചേർക്കാം. ഇവിടെ ചോറ് 3/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇത് ചേർക്കുന്നത്. നാരങ്ങയുടെ നീരിന് പകരം എണ്ണയോ നെയ്യോ ചേർത്ത് കൊടുക്കാം. ഇനി ചോറ് ഊറ്റാൻ വയ്ക്കാം. ഈ കഞ്ഞിവെള്ളം നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കണം. ഇത് നമുക്ക് നമ്മുടെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കൻ ഉണ്ടാക്കാം. ഒരു പാത്രം അടുപ്പിൽ വെച്ച് എണ്ണയോ നെയ്യോ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ സവാള വറുത്ത എണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ 2 ചെറിയ കഷ്ണം പട്ട, കുറച്ച് കുരുമുളക്, സ്റ്റാർ അനീസ്, വൈനയില, ഗ്രാമ്പൂ, ഏലയ്ക്ക, ഇനി സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് വെച്ചത് ചേർക്കാം. ഇനി കറിവേപ്പില, പുതിനയില, മല്ലിയില ചേർത്ത് കൊടുത്ത് ഇനി നമുക്ക് 2 തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് 3 ടീസ്പൂൺ മുളക് പൊടി മതിയാവും. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ഇനി ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാല നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പോഴും ചേർത്തിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് നമ്മളിവിടെ 1 ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതെല്ലാം ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം. ഈ വെള്ളം ഞാൻ പറഞ്ഞ കഞ്ഞിവെള്ളത്തിൻ്റെ വെള്ളമാണ്. കുറച്ച് ഒഴിച്ച് നമ്മളൊന്ന് വഴറ്റിച്ച് ഒന്നുകൂടെ ഒന്ന് ഒഴിച്ച് അതുപോലെ നമുക്ക് വേവിച്ച് എടുക്കാം. ഇപ്പോൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇറച്ചി മാരിനേറ്റ് ചെയ്തപ്പോൾ ബാക്കി വന്ന വെള്ളമാണ്.
ഇത് ഒഴിച്ചു കൊടുത്ത് ഇളക്കി ചിക്കനും ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടി മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കൻ വെന്തിട്ടില്ല ഇതുവരെ കേട്ടോ. ചിക്കൻ 1/4 ഭാഗമേ ആയിട്ടുള്ളൂ. ഇനി ഈ കറിയിലേക്ക് ഈ ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ചിക്കനിൽ നല്ല തിള വന്നു. ഇനി നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. ഇനി ചോറും ചിക്കനും എല്ലാം കൂടെ ഒന്ന് വേകാനുള്ള സമയമാണ് 20 മിനിറ്റ് കേട്ടോ. ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി പാലിൽ ചേർത്തതാണ്. ഇത് നല്ലൊരു കളർ കിട്ടും ചോറിന്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തളിച്ച് കൊടുത്താൽ മതി. ഇതുപോലെ തളിച്ച് കൊടുത്തിട്ട് നമുക്ക് ചോറ് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില പിന്നെ വറുത്ത സവാള ഇതുപോലെ വിതറി കൊടുക്കാം. ഇനി പിന്നെയും ചോറ് ചേർത്ത് കൊടുക്കാം. പിന്നെയും മഞ്ഞൾപ്പൊടി ചേർത്ത പാലും മല്ലിയില സവാള വറുത്തത് കിസ്മിസ് കാഷ്യൂനട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇനി മൂടി വെച്ച് വേവിക്കാനായിട്ട് വെക്കാം. ഈ അടുപ്പിൽ നിന്ന് മാറ്റി നമുക്ക് ഒരു പാനിൻ്റെ മേലിലേക്ക് വയ്ക്കാം. നമ്മൾ ബേക്കാൻ വെക്കുന്നത് പോലെ മാറ്റി വയ്ക്കാം. വേറൊരു പാനിലേക്ക് ഈ പാത്രം മാറ്റി വയ്ക്കാം. പിന്നെ ദം ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് ഗോതമ്പ് മാവ് കുഴച്ചിട്ട് അത് നമുക്ക് ഇതിൻ്റെ വക്കിലിങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ ഞാനതങ്ങനെ ചെയ്യുന്നില്ല. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം. ചോറ് വെന്തോ നമുക്ക് നോക്കാം. ചോറോട് വെന്തിട്ടുണ്ട്. ഇവിടെ ദം ബിരിയാണി റെഡിയാണ്. ഇതുപോലെ വിളമ്പി എടുത്താൽ മതി. സെർവ് ചെയ്യാം.